ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ചരിത്രയാത്ര പോവുകയാണ്. അതും വെറും 5 മിനിറ്റ് കൊണ്ട്. ആധുനിക മിഡിൽ ഈസ്റ്റ്, നമ്മൾ ഇന്ന് കാണുന്ന ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായി നമുക്ക് നോക്കാം. ഇന്നത്തെ മിഡിൽ ഈസ്റ്റിന്റെ മാപ്പ് കണ്ടിട്ടില്ലേ? സിറിയ, ഇറാഖ്, ജോർഡാൻ, ഈ രാജ്യങ്ങളെ വേർതിരിക്കുന്ന വരകളൊക്കെ എങ്ങനെയാ വന്നത്? ആരാണതൊക്കെ വരച്ചത്? ശരിക്കും ആ ചോദ്യമാണ് ഈ കഥയുടെ എല്ലാം തുടക്കം. ശരി, അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. എല്ലാം തുടങ്ങുന്നത് ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന അതിശക്തമായ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്നാണ്. ഒന്നോർത്തോണം, ഇതൊന്നോ രണ്ടോ വർഷത്തെ കാര്യമല്ല, നൂറ്റാണ്ടുകളോളം നീണ്ടൊരു ഭരണമായിരുന്നു അത്. അതുകൊണ്ടുതന്നെ അത് തകർന്നപ്പോൾ ആ മേഖലയിൽ വലിയൊരു അധികാരശൂന്യത, ഒരു പവർ വാക്വമുണ്ടായി. ഈ തകർച്ച ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതൊന്നുമല്ല കേട്ടോ, അത് പതിയെ പതിയായിരുന്നു. ആദ്യം 1798 നെപ്പോളിയൻ ഈജിപ്തിലേക്ക് വന്നപ്പോ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തി അത്ര പോരാ എന്ന് ലോകത്തിന് മനസ്സിലായി. പിന്നെ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈജിപ്തിലെ മുഹമ്മദ് അലിയെപ്പോലുള്ളവര് കേന്ദ്രത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കൂട്ടത്തില് 1869 സ്യൂസ് കനാൽ വന്നതോടെ യൂറോപ്യന്മാർക്ക് ഈ സ്ഥലത്ത് ഭയങ്കര താൽപ്പര്യമായി. അവസാനം 1-ാം ലോകമഹായുദ്ധത്തിൽ തോറ്റതോടെ എല്ലാം കഴിഞ്ഞു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കഥ അതോടെ തീർന്നു. ഒരു ശക്തി ജയിക്കുമ്പോൾ ആ ഒഴിവ് നികത്താൻ പുതിയ ശക്തികൾ വരുമല്ലോ. അതുപോലെ ഓട്ടോമൻ സാമ്രാജ്യം ദുർബലമായപ്പോഴുണ്ടായ ആ അധികാരശൂന്യതയിലേക്ക് പുതിയ ആശയങ്ങളും പ്രസ്ഥാനങ്ങളും കടന്നുവരാൻ തുടങ്ങി. പ്രധാനമായും 2 വലിയ ചിന്തകളാണ് മുന്നോട്ടു വന്നത്. ഒന്ന് അറബ് ദേശീയത, അതായത് ഒരേ ഭാഷയും സംസ്കാരവുമുള്ള അറബ് ജനതയ്ക്ക് സ്വന്തമായി ഭരിക്കണമെന്ന ആശയം. മറ്റൊന്ന് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ജൂതന്മാർക്ക് തങ്ങളുടെ പൂർവികരുടെ മണ്ണായ പാലസ്തീനിൽ സ്വന്തമായി ഒരു രാജ്യം വേണം എന്ന ലക്ഷ്യം. ഒരേ മണ്ണിൽ ഒരേ സമയം വേരുറപ്പിക്കാൻ ശ്രമിച്ച 2 വലിയ സ്വപ്നങ്ങൾ. സിയോണിസ്റ്റ് പ്രസ്ഥാനം വളരെ പെട്ടെന്ന് ശക്തിപ്പെട്ടു. 1896 തിയോഡർ ഹേഴ്സൽ ജൂതരാഷ്ട്രം എന്ന പുസ്തകം എഴുതി. അടുത്ത വർഷം തന്നെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ആദ്യത്തെ സിയോണിസ്റ്റ് കോൺഗ്രസും നടന്നു. പക്ഷെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ വന്നത് 1917-ലാണ്. ഇതാണ് ആ പ്രഖ്യാപനം, ബാൽഫോർഡ് ഡിക്ലറേഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ബ്രിട്ടൻ സിയോണിസ്റ്റ് ആശയത്തിന് ഔദ്യോഗികമായി പച്ചക്കൊടി കാണിക്കുകയാണ്. ഇത് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയ ഒരു വാഗ്ദാനമായിരുന്നു. ഇനി നമ്മൾ എത്തുന്നത് കഥയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലേക്കാണ്, 1-ാം ലോകമഹായുദ്ധം. ഈ യുദ്ധമാണ് യൂറോപ്യൻ ശക്തികളെ മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് കൊണ്ടുവന്നത്. 1-ാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം ജർമ്മനിയുടെ കൂടെ കൂടി. അത് വലിയൊരു തെറ്റായിപ്പോയി. കാരണം അതോടെ അവർ ബ്രിട്ടനും ഫ്രാൻസിനും എതിരെയായി. ഈ അവസരം ബ്രിട്ടനും ഫ്രാൻസും ശരിക്കും മുതലെടുത്തു. ഇവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ് മാറുന്നത്. യുദ്ധം നടക്കുമ്പോൾ തന്നെ ബ്രിട്ടനും ഫ്രാൻസും യൂറോപ്പിലെ ഒരു രഹസ്യമുറിയിലിരുന്ന് ഒരു ഡീൽ ഉറപ്പിച്ചു. അതാണ് സൈക്സ്-പിക്കോട്ട് ഉടമ്പടി. അവിടെ ജീവിക്കുന്ന ആളുകളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അവരുടെ നാളിനെങ്ങനെ പങ്കിടാമെന്ന് അവർ തീരുമാനിച്ചു. ഈ വരകൾ കണ്ടോ? ശരിക്കും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു കേക്ക് മുറിക്കുന്ന പോലെയാണ് ബ്രിട്ടനും ഫ്രാൻസും മിഡിൽ ഈസ്റ്റ് പങ്കുവച്ചത്. ഫ്രാൻസിന് സിറിയയും ലെബനനും, ബ്രിട്ടന് ഇറാഖും ജോർഡാനും. പാലസ്റ്റീൻ അത് തൽക്കാലം ആർക്കും വേണ്ട, അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ വെക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വരകൾ വരച്ചപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരെയോ അവരുടെ സംസ്കാരത്തെയോ ഗോത്രങ്ങളെയോ ഒന്നും അവർ നോക്കിയില്ല. അവർക്ക് വേണ്ടത് എണ്ണയും തുറമുഖങ്ങളും അധികാരവും മാത്രമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളുടെയും തുടക്കം ഈ വരകളിലാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ ആ രഹസ്യ ഉടമ്പടിക്ക് ഒരു ഔദ്യോഗിക മുഖം കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് മാൻഡേറ്റ് സിസ്റ്റം എന്നൊരു പുതിയ പരിപാടി വരുന്നത്. പേര് കേട്ടാൽ കൊളോണിയലിസമാണെന്ന് തോന്നില്ല. നിങ്ങൾ സ്വന്തമായി ഭരിക്കാൻ പഠിക്കുന്നതുവരെ ഞങ്ങൾ സഹായിക്കാം എന്നൊരു മട്ടിലായിരുന്നു അത്. ലീഗ് ഓഫ് നേഷൻസ് ഈ പ്രദേശങ്ങളെ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം ബ്രിട്ടനും ഫ്രാൻസിനും കൊടുത്തു. പക്ഷെ സത്യത്തിൽ ഇത് പഴയ വീഞ്ഞു പുതിയ കുപ്പിയിലെന്ന പോലെ യൂറോപ്യൻ നിയന്ത്രണം തുടരാനുള്ള ഒരു അടവ് മാത്രമായിരുന്നു. അങ്ങനെ ആ പങ്കുവെക്കൽ ഔദ്യോഗികമായി. പുതിയ സിസ്റ്റം അനുസരിച്ച് സിറിയയും ലെബനനും ഫ്രാൻസിന്റെ കൺട്രോളിലായി. ബ്രിട്ടന് കിട്ടിയതോ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ: പലസ്തീൻ, ഇന്നത്തെ ജോർദാൻ, പിന്നെ എണ്ണസമ്പന്നമായ ഇറാഖ്. ഇതാണ് ആധുനിക മിഡിൽ ഈസ്റ്റിന്റെ ജനനം. മുൻപില്ലാതിരുന്ന പുതിയ രാജ്യങ്ങൾ യൂറോപ്പുകാർ വരച്ച അതിർത്തികൾക്കുള്ളിൽ ഉണ്ടായിവന്നു. ഈ അതിർത്തികളാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ പ്രദേശത്തെ നിർവചിക്കുന്നതും പലപ്പോഴും വിഭജിക്കുന്നതും. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ചരിത്രം
എങ്ങനെയാണ് ആ പ്രദേശത്തെ ഇന്നത്തെ രൂപത്തിലാക്കിയതെന്ന് ചുരുക്കി പറയാം. അപ്പോ ഈ കഥയുടെ കാതൽ 3 കാര്യങ്ങളാണ്. 1. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ച. 2. ആ ശൂന്യതയിൽ ഉയർന്നുവന്ന അറബ് സിയോണിസ്റ്റ് ദേശീയതകൾ. 3. എല്ലാത്തിനും മുകളിൽ ബ്രിട്ടനും ഫ്രാൻസിന്റെയും താൽപര്യങ്ങൾക്കനുസരിച്ച് വരച്ച പുതിയ അതിർത്തികൾ. 1924 ഈ വർഷം ഓർത്തുവച്ചോളൂ. നൂറ്റാണ്ടുകളോളം ലോകചരിത്രത്തിൽ വലിയൊരു ശക്തിയായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിച്ചു. ഒരു യുഗം അവിടെ തീരുകയായിരുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. യൂറോപ്പുകാർ വരച്ച അതിർത്തിക്കുള്ളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഈ പുതിയ രാജ്യങ്ങൾക്ക് തങ്ങൾ ആരാണെന്ന് കണ്ടെത്താനും യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനും പിന്നെയും ഒരുപാട് കാലം പോരാടേണ്ടി വന്നു. ആ പോരാട്ടം 20-ാം നൂറ്റാണ്ട് മുഴുവൻ നീണ്ടുനിന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്നും തുടരുന്നു. അപ്പോ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈയൊരു ചോദ്യം ചോദിക്കാം അല്ലേ? ഒരു നൂറ്റാണ്ട് മുൻപ് യൂറോപ്പിലെ ഏതോ ഒരു മുറിയിലിരുന്ന് ആരുടെയൊക്കെയോ താൽപര്യത്തിനു വേണ്ടി വരച്ച ഈ അതിർത്തികൾ ഇന്നത്തെ ലോകത്ത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? നമ്മളിന്ന് വാർത്തകളിൽ കാണുന്ന പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ഒരുപക്ഷേ ആ പഴയ മാപ്പുകളിൽ തന്നെയാണോ?